ഒരു വശത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുകയും സജീവമായി ക്യാമ്പയിനിങ് ഒക്കെ നടക്കുകയും ചെയ്യുമ്പോൾ മറുവശത്തും ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യത്തിലാണ്. പിണറായി വിജയൻ തന്നെ നയിക്കുന്നതാണ് നല്ലതെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ പറയുന്നു. പുതിയ മുഖം വരട്ടെ എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട്. CPM നേതൃയോഗങ്ങൾ ഇതിനിടെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. EP ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്ന പിണറായി വിജയനാണ് ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു സംശയമുണ്ട്, പിണറായി വേണോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു അഭിപ്രായം അറിയാൻ കഴിയുമോ? ശ്രീജ, ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം അതീവ നിർണായകമാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തണം. പരസ്യമായ ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ, പരസ്യ പ്രതികരണങ്ങളിലാണെങ്കിൽ അങ്ങനെ. ഇനി ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കും. അതിനുശേഷം ഏതായാലും വൈകിട്ട് 4 മണിക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. അന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഒരു പ്രതികരണം നടത്തി പോയതല്ലാതെ വിശദമായിട്ടുള്ള പ്രതികരണങ്ങൾ ഏതായാലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഈ പ്രതികരണം ചോദിച്ചിരുന്നുവെങ്കിലും ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ച് അങ്ങ് കയറി പോകുന്ന നിലയാണ് ഉണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രി ഏതായാലും ഔദ്യോഗിക ഭാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഔദ്യോഗിക വാഹനത്തിൽ എല്ലാം ഒഴിഞ്ഞ് AK സെന്ററിന്റെ വാഹനത്തിലാണ് രാവിലെ ഇവിടെ യോഗത്തിന് വേണ്ടി വന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു അസാന്നിധ്യം EP ജയരാജന്റേതാണ്. നേരത്തെ മുതൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. MV ഗോവിന്ദനും EP ജയരാജനും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും EP ജയരാജൻ ഈ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്നത് സംബന്ധിച്ചും അറിയേണ്ടതാണ്. ഏതായാലും EP ജയരാജൻ കണ്ണൂരിൽ തന്നെ തുടരുന്ന ഒരു നിലയാണ് നിലവിൽ ഉള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല? മറ്റ് നേതാക്കളെല്ലാം വന്നിട്ടും EP ജയരാജൻ ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ്. പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ EP ജയരാജനെതിരെ ഉയർന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ. പ്രത്യേകിച്ചും തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വലിയ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നതാണ്. ഏതായാലും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് EP ജയരാജന്റെ ഒരു അസാന്നിധ്യത്തെ കാണേണ്ടത്. ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ല. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് VS-ന്റെ ഭരണസമയത്ത് VS പ്രതിപക്ഷ നേതാവും അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടാണ് അന്ന് പ്രതിപക്ഷത്തെ CPM നയിച്ചത്. ആ തരത്തിലൊരു മാറ്റമാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വരുമോ, അല്ലെങ്കിൽ ഉപനേതാവായി KN ബാലഗോപാൽ വരുമോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാം.